ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിങ്ങളുടെ അലീന. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഒരു പുതിയ സ്റ്റോറിയാണേ. ഞാൻ സാബിർ, എൻ്റെ ഉമ്മയുടെ സാബി. ഇപ്പോൾ എനിക്ക് 27 വയസ്സുണ്ട്. എൻ്റെ ഉമ്മ സൈനബ എന്ന സൈനു 45 വയസ്സിൽ എത്തി നിൽക്കുന്ന ഒരു മാദകത്തിടമ്പ്. ഉമ്മയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം തടിയും അതിനൊത്ത നീളവും ഉള്ള വെളുത്തു തുടുത്ത ഒരു ഉമ്മച്ചി. പടച്ചോൻ അറിഞ്ഞു കൊടുത്ത് അനുഗ്രഹിച്ച കൊഴുത്ത ശരീരവും തക്കാളി ചുണ്ടും പിന്നഴകും എല്ലാ ഉമ്മയുടെ ആകർഷക ഘടകങ്ങളായിരുന്നു. പക്ഷേ ഞാൻ ഉമ്മയെ മോശം രീതിയിൽ കണ്ടിരുന്നില്ല. ഉപ്പയുടെ കൂടെ ഉമ്മ ജീവിച്ചത് വെറും 5 വർഷമായിരുന്നു. ഉപ്പ മരിക്കുമ്പോൾ എനിക്ക് 4 ഉമ്മയ്ക്ക് 22 വയസ്സ്. ചെറിയ പ്രായമായതുകൊണ്ടും സുന്ദരി ആയതുകൊണ്ടും മറ്റൊരു വിവാഹത്തിന് ഉമ്മയെ എല്ലാവരും നിർബന്ധിച്ചുവെങ്കിലും എനിക്ക് വേണ്ടി ഉമ്മ അതൊക്കെ വേണ്ടെന്ന് വെച്ചു. ഉപ്പ മരിച്ചപ്പോൾ കിട്ടിയ പണമായിരുന്നു ഞങ്ങളുടെ ഏക ജീവിതമാർഗം. ഞാനും ഉമ്മയും ഉപ്പയുടെ ഉമ്മയും കൂടെ ആ വീട്ടിൽ കുറച്ച് കഷ്ടതകളോടെ കഴിഞ്ഞു. 8ാം ക്ലാസ് തോറ്റ ഉമ്മയ്ക്ക് ഒരു ജോലിയും കിട്ടില്ല. കൂലിപ്പണി ചെയ്യാൻ തറവാടിൻ്റെ പേര് സമ്മതിക്കില്ല. എൻ്റെ ഉപ്പയുടെ അനുജനുണ്ട്, ഉമ്മർ. ഞാൻ കൊച്ചാപ്പ എന്ന് വിളിക്കും. സൗന്ദര്യം നോക്കാതെ ഭാര്യയുടെ സമ്പാദ്യം നോക്കി കല്യാണം കഴിച്ചു. അതിലൂടെ സമ്പന്നനായ ആളാണ് കൊച്ചാപ്പ. ടൗണിൽ വലിയ വീടും കുറേ കാറും ഒക്കെ ഉണ്ട്. ഉമ്മുമ്മയെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് വരും. ഞങ്ങളോടൊക്കെ നല്ല സ്നേഹമാണ്, അതുപോലെ കുറച്ചധികം എച്ചിയുമാണ്. ഉപ്പയേക്കാൾ 2 വയസ്സ് കുറവ് മാത്രമേ ഉള്ളൂവെങ്കിലും ഉമ്മയേക്കാൾ 15 വയസ്സ് മൂപ്പുള്ള കൊച്ചാപ്പ ഉമ്മയെ ഇത്ത എന്നാണ് വിളിച്ചിരുന്നത്. ഓർമ്മ വെച്ച കാലം മുതൽ കൊച്ചാപ്പ എനിക്ക് പ്രിയപ്പെട്ടവനായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന, എന്താവശ്യവും നിറവേറ്റുന്ന ആൾ. കൊച്ചാപ്പ വീട്ടിൽ വരുന്ന ദിവസം രാത്രികളിൽ ഉമ്മ എന്നെ ഉറക്കാൻ തിരക്ക് കൂട്ടുന്നതും ഉറക്കമുണരുന്ന രാത്രികളിൽ ഉമ്മയെ കൂടെ കാണാത്തതും എന്താണ് എന്നെനിക്ക് അന്ന് മനസ്സിലായിരുന്നില്ല. 13 വയസ്സ് വരെ ഞാൻ ഉമ്മയുടെ കൂടെയാണ് കിടന്നിരുന്നത്. ആ സമയത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അതിനുശേഷവും എനിക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരിച്ച് വിധവയായ ഉമ്മ നാട്ടുകാരെ കൊണ്ടോ വീട്ടുകാരെ കൊണ്ടോ മോശം പറയിച്ചിട്ടില്ല. എനിക്ക് വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ വേറെ കല്യാണം കഴിക്കാതെ ത്യാഗിയായ ഉമ്മയോട് കുടുംബക്കാർക്കും നാട്ടുകാർക്കും ബഹുമാനമായിരുന്നു. എനിക്കും ബഹുമാനമായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വരെ, എൻ്റെ 21ാമത്തെ വയസ്സ് വരെ. അപ്പോഴായിരുന്നു ഞാൻ ആ കാഴ്ച കാണുന്നത്. അതിനുശേഷമാണ് പഴയ കാര്യങ്ങൾ ഞാൻ ആലോചിച്ചത്, പൊരുത്തക്കേടുകൾ മനസ്സിലാക്കിയത്. എൻ്റെ 20ാം വയസ്സിൽ കൊച്ചാപ്പ എനിക്കൊരു ബൈക്ക് വാങ്ങിത്തന്നു. ഇപ്പോൾ ഞാൻ 21 വയസ്സിലേക്ക് കടക്കുന്നു. കൊച്ചാപ്പയുടെ സഹായമുള്ളത് കൊണ്ട് അല്ലലില്ലാതെ മുന്നോട്ട് പോകുന്നു. കഴിഞ്ഞ വർഷമാണ് ഉമ്മുമ്മ മരിക്കുന്നത്. അതിനുശേഷം കൊച്ചാപ്പ വരുന്നത് വളരെ കുറവായിരുന്നു. മാസാമാസം വേണ്ട ചിലവിൻ്റെ പൈസ കൊച്ചാപ്പ കൃത്യമായി തന്നിരുന്നു. കൊച്ചാപ്പയുടെ ഭാര്യ, എൻ്റെ കൊച്ചുമ്മ, കാണാൻ തരക്കേടില്ലാത്ത ഒരു ചരക്കാണ്. 47 വയസ്സുണ്ടായിരുന്നു. കൊച്ചാപ്പയ്ക്ക് അവരെ ഭയങ്കര പേടിയാണ്. 3 മക്കളുണ്ട്, 2 പെണ്ണും 1 ആണും. മൂത്ത 2 പെൺമക്കൾ 16ഉം 13ഉം വയസ്സ്, ഇളയ മോന് 4 വയസ്സ്. കൊച്ചാപ്പയെ വരച്ച വരയിൽ നിർത്തിക്കാൻ കഴിയുമായിരുന്നു കൊച്ചുമ്മയ്ക്ക്. എനിക്ക് കൊച്ചാപ്പയെ കാണുമ്പോൾ മനസ്സിലെന്നും ഒരു കുറ്റബോധമാണ്. ഒരു വലിയ തെറ്റ് എൻ്റെ കയ്യിൽ നിന്നും സംഭവിച്ചു പോയിരുന്നു 2 കൊല്ലം മുമ്പ്. 2 ആൾക്ക് മാത്രം ഇന്നും അറിയാവുന്ന ആ രഹസ്യം ആദ്യം പറയാം, എന്നിട്ട് ബാക്കി. 18ാം വയസ്സിൽ തന്നെ എനിക്ക് കൊച്ചാപ്പ കാർ ലൈസൻസ് എടുത്ത് തന്നിരുന്നു. അന്ന് എനിക്ക് കോളേജ് ലീവായിരുന്നു. അന്ന് രാവിലെ കൊച്ചാപ്പയുടെ വിളിയാണ് എന്നെ ഉണർത്തിയത്. ഹലോ, ആ സാബി, നീ എഴുന്നേറ്റോ? ഇല്ല കൊച്ചാപ്പ, എഴുന്നേക്കുന്നതേ ഉള്ളൂ. നീ ഒരു ഉപകാരം ചെയ്യുമോ? എന്താ? പിള്ളേർക്ക് 2നും എക്സാമാണ്. മോന് ചെറിയ സുഖമില്ല. നീ കൊച്ചുമ്മയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റൽ വരെ പോകുമോ? ആ, അതിനെന്താ? ഞാൻ ഇത്രയും സന്തോഷത്തോടെ പറഞ്ഞത് ചുമ്മാ അല്ല. ഇങ്ങനെയൊക്കെ മാത്രമേ കാർ ഓടിക്കാൻ കിട്ടുള്ളൂ, അതാണ്. പിന്നെ വരുമ്പോൾ ചിലപ്പോൾ ഇരുട്ടും, കുറച്ച് ദൂരമാണ്. മോനെ അവിടെയാണ് കാണിക്കുന്നത്. അത് കുഴപ്പമില്ല, കൊച്ചാപ്പ ഉമ്മയോട് പറഞ്ഞാൽ മതി. അത് ഞാൻ പറയാം. എനിക്ക് കുറച്ച് മീറ്റിംഗ് ഒക്കെ ഉണ്ട്. എപ്പോഴാണ് കഴിയുക എന്നറിയില്ല. ഞാൻ പൊയ്ക്കോളാം. എന്നാൽ ശരി, പെട്ടെന്ന് എഴുന്നേറ്റ് വാ.
ശരി. ഞാൻ എഴുന്നേറ്റ് ഉമ്മയോട് കാര്യം പറഞ്ഞു. റെഡിയായി ചായയൊക്കെ കുടിച്ച് കൊച്ചാപ്പയുടെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു. 40 മിനിറ്റ് ബൈക്കിൽ സഞ്ചരിച്ച് ഞാൻ അവിടെ എത്തുമ്പോൾ സമയം 12 കഴിഞ്ഞിരുന്നു. എന്നെ കണ്ടതും കൊച്ചുമ്മ പെട്ടെന്ന് കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് വന്നു. ആ, നീ എത്തിയോ? ബൈക്ക് വെച്ചിട്ട് ആ കാർ എടുക്കുന്നാക്കി. എന്താ അജുവിന്? മുമ്പുണ്ടായ ശ്വാസമുട്ടൽ തന്നെ. പെട്ടെന്ന് പോകാം, 2 മണിക്കൂർ ഓട്ടോ ഉണ്ട്. ശരി. ഞാൻ കാറെടുത്ത് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ബ്ലോക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ എത്തുമ്പോഴേക്കും സമയം 3 കഴിഞ്ഞിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിൽ ആ ഡോക്ടറുടെ അടുത്ത് ആരും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ അന്വേഷിച്ചപ്പോഴാണ് വിവരമറിഞ്ഞത്. ഡോക്ടർ ഇന്നുച്ചയ്ക്ക് ലീവാണ്. പുലർച്ചെ 3 മണി മുതൽ ഉണ്ടാകും നാളെ എന്ന്. കൊച്ചാപ്പയെ വിളിച്ച് കാര്യം പറഞ്ഞപ്പോൾ കൊച്ചാപ്പ പറഞ്ഞു, ഇനി ഇത്രയും ദൂരം വന്നിട്ട് നോക്കാൻ നിൽക്കേണ്ട, കാണിച്ചിട്ട് വന്നാൽ മതിയെന്ന്. സാബി, എന്താ കൊച്ചുമ്മ? ഇക്ക കാണിച്ചിട്ട് വന്നാൽ മതി എന്നാ പറഞ്ഞത്. അയ്യോ, നമുക്കിവിടെ ഒരു റൂം എടുക്കാം, എന്നിട്ട് രാവിലെ ആദ്യ ടോക്കൺ എടുത്ത് കാണിച്ചിട്ട് തിരിക്കാം. ഞാൻ ഉമ്മയോടൊന്ന് പറഞ്ഞു നോക്കട്ടെ. ഇത്ത സമ്മതിക്കും, ഒരു ദിവസമല്ലേ? അങ്ങനെ ഞാനും കൊച്ചുമ്മയും അജുവും ഹോസ്പിറ്റലിനടുത്ത് തന്നെ ഒരു ഹോട്ടലിൽ റൂം എടുത്തു. ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അജു അപ്പോഴേക്കും ഉറങ്ങിയിരുന്നു. സമയം ഏകദേശം 5 കഴിഞ്ഞിരുന്നു. ഞാൻ റൂമിലെ സോഫയിലിരുന്ന് ഫോണിൽ കളിക്കുകയായിരുന്നു. പെട്ടെന്ന് കൊച്ചുമ്മ എൻ്റെ അടുത്ത് വന്നിരുന്നു. എന്താ സാബി കാണുന്നേ? ഞാൻ ഗെയിം കളിക്കുകയാണ്. അല്ലാതെ വൃത്തികെട്ട വീഡിയോ ഒന്നും അല്ലല്ലോ? കൊച്ചുമ്മയുടെ ആ ചോദ്യം കേട്ട് ഞാൻ ഒരു നിമിഷം ഞെട്ടി. അല്ല, നീ നല്ല കുട്ടിയാണെന്ന് എനിക്കറിയാം. നീ എന്നെ ഉമ്മയെപ്പോലെയാണോ കാണുന്നത്? എൻ്റെ ഉമ്മ കഴിഞ്ഞ ആ കൊച്ചുമ്മ അല്ലേ? നിനക്കിപ്പോൾ 18 വയസ്സായില്ലേ? നിനക്കെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. എന്ത്? നീ ഇങ്ങ് വാ. ഒന്നും മനസ്സിലാവാതെ കൊച്ചുമ്മയുടെ കൂടെ ഞാൻ നടന്നു. കൊച്ചുമ്മ എന്നെയും കൊണ്ട് കട്ടിലിനടുത്തേക്ക് നടന്നു. എന്നിട്ട് എൻ്റെ കയ്യിലെ പിടിവിട്ട് അജുമോനെ സൈഡിൽ കിടത്തി. എന്നിട്ട് എന്നോട് പറഞ്ഞു, സാബി, നീ ഒരുപാട് ആഗ്രഹങ്ങളുള്ള ആളല്ലേ? നിൻ്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. നീ എന്നെ ചെയ്യണം. എന്ത്? നീ പൊട്ടം കളിക്കൊന്നും വേണ്ട. എനിക്ക് നിൻ്റെ കൂടെ ചിലതൊക്കെ വേണം. കൊച്ചുമ്മ, നീ ആലോചിക്ക്. ആരും അറിയില്ല. ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ കിട്ടുക എന്നത് ഭാഗ്യമാണ്. എൻ്റെ പ്രായത്തിൻ്റെ തിളപ്പും ഏതെങ്കിലും പെണ്ണിനെ കിട്ടണമെന്ന ആഗ്രഹവും കൊണ്ട് ഞാൻ എൻ്റെ കൊച്ചാപ്പയെ മറന്നു. നീ ഒന്നും പറഞ്ഞില്ല. കുറച്ച് പ്രായമുണ്ടെങ്കിലും കാണാൻ വലിയ തെറ്റില്ലാത്ത കൊച്ചുമ്മയ്ക്ക് നല്ല വയറൊക്കെയുണ്ട്. എങ്കിൽ വന്ന് കിടക്ക്. ചുവന്ന ബ്ലൗസും സാരിയും കാലിൽ കൊലുസും അണിഞ്ഞ് ആ കട്ടിലിൽ കിടന്ന് കൊച്ചുമ്മ എന്നെ വിളിച്ചു. എല്ലാം മറന്ന് ഞാൻ കൊച്ചുമ്മയുടെ അടുത്ത് പോയി കിടന്നു. എനിക്കൊരു പേടിയുണ്ടായിരുന്നു, എവിടെ തുടങ്ങണം, എങ്ങനെ തുടങ്ങണമെന്ന്. എന്താ വേണ്ടേ? പിന്നെന്താ? അതും പറഞ്ഞ് കൊച്ചുമ്മ എഴുന്നേറ്റ് എന്നെ പിടിച്ച് കട്ടിലിരുത്തി. എന്നിട്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിന്നെ ഞാൻ മോനെ പോലെ കാണേണ്ടതാണ്. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല. അജു ഉണ്ടായതിൽ പിന്നെ ഇക്ക എന്നെ തൊട്ടിട്ടില്ല. എനിക്കുമില്ല ആഗ്രഹങ്ങൾ. അതിന് നീ അല്ലാതെ സേഫായ വേറെ ആരുമില്ല. അതും പറഞ്ഞ് കൊച്ചുമ്മ എന്നെ കെട്ടിപ്പിടിച്ച് എൻ്റെ ചുണ്ടുകൾ സ്വന്തമാക്കി പരിപാടിയിലേക്ക് കടന്നു. എനിക്കെന്തോ കുളിര് കയറും പോലെയാണ് തോന്നിയത്. കൊച്ചുമ്മയുടെ ശരീരത്തിൽ അത്തറിൻ്റെയും വിയർപ്പിൻ്റെയും മത്ത് പിടിപ്പിക്കുന്ന മണത്തോടെയുള്ള കിസ്സടിയിൽ ഞാനും ആവേശം കൊണ്ടു. എന്നേക്കാൾ 30 വയസ്സ് കൂടുതലുണ്ടെന്ന് പോലും നോക്കാതെ ഞാൻ കൊച്ചുമ്മയുടെ ആഗ്രഹങ്ങൾക്ക് വഴങ്ങി. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി ഒരു പെണ്ണുമായി എനിക്കെല്ലാം നടന്നു. അതും കൊച്ചാപ്പാൻ്റെ ബീവിയുമായി. എല്ലാം കഴിഞ്ഞ് കിടക്കുകയായിരുന്നു ഞങ്ങളെ കാമലോകത്തു നിന്നും തിരികെ കൊണ്ടുവന്നത് ആ ശബ്ദമായിരുന്നു. ഉമ്മ ഉറക്കമുണർന്ന് ഞങ്ങളെ നോക്കി കട്ടിലിരിക്കുന്ന അജുമോനായിരുന്നു. ഉമ്മ. ഞങ്ങൾ 2 പേരും ഒരുപോലെ ഞെട്ടി എഴുന്നേറ്റു. കൊച്ചുമ്മ ബെഡ്ഷീറ്റ് എടുത്ത് ചുറ്റി കുഞ്ഞിനെ എടുത്ത് മടിയിൽ വെച്ചു. മോന് വിശക്കുന്നുണ്ടോ? സാബി, ആ ബാഗിൽ ബിസ്ക്കറ്റ് ഉണ്ട്, അതിങ്ങെടുത്തേ. ഒരു പേടിയും ഭയവും ഇല്ലാതെ കൊച്ചുമ്മ എന്നോട് പറഞ്ഞു. ഞാൻ എടുത്തു കൊടുത്തു. കൊച്ചുമ്മ അജുവിന് ബിസ്ക്കറ്റ് ഓരോന്നായി കൊടുത്തു. കൊച്ചുമ്മ, എന്താ സാബി, ഇവൻ ആരോടെങ്കിലും പറയുമോ? 4 വയസ്സുള്ള കുഞ്ഞല്ലേ, അവനൊരുറക്കം കഴിയുമ്പോൾ മറക്കും. ഞാനൊരു ദീർഘശ്വാസം വിട്ടു. സാബി, സമയം എന്തായി? 9:30.
ഞാനും അപ്പോഴായിരുന്നു സമയം നോക്കിയത്. ഏകദേശം 4 മണിക്കൂർ കഴിഞ്ഞു ഞാനും കൊച്ചുമ്മയും പരിപാടി തുടങ്ങിയിട്ട്. എൻ്റെ സാബി, എത്ര കാലമായി ഇങ്ങനെ? ആവേശം കെട്ടടങ്ങിയ എൻ്റെ ഉള്ളിൽ കുറ്റബോധം നിഴലിക്കാൻ തുടങ്ങിയിരുന്നു. ഒരു കുറവുമില്ലാതെ ഞങ്ങളെ നോക്കുന്ന കൊച്ചാപ്പയെ ചതിച്ചു എന്ന സങ്കടത്തിൽ ഞാൻ കരയാൻ തുടങ്ങി. എന്താ സാബി, എന്തു പറ്റി? നമ്മൾ ചെയ്തത് തെറ്റല്ലേ? ആര് പറഞ്ഞു തെറ്റാണെന്ന്? അതെ, നമ്മൾ എല്ലാവരെയും ചതിച്ചു. കൊച്ചുമ്മ അജുവിന് ബിസ്ക്കറ്റ് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മോൻ അവിടെ പോയി കഴിച്ചോ. അജു റൂമിൻ്റെ ഒരു മൂലയ്ക്ക് പോയിരുന്നു. കൊച്ചുമ്മ എന്നെ കെട്ടിപ്പിടിച്ച് തലമുടിയിൽ തലോടി. എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പറ, തെറ്റാണോ? അതെ. അതും പറഞ്ഞ് ഞാൻ കൊച്ചുമ്മയെ തള്ളി മാറ്റി എഴുന്നേറ്റു. എന്താ സാബി? ഇല്ല, ഇനി ഞാൻ ആവർത്തിക്കില്ല. ഞാൻ എൻ്റെ കൊച്ചാപ്പയെ ചതിച്ചു സാബി. പിന്നെ അവിടെ കുറച്ച് സംസാരവും മറ്റുമായി. ഞാൻ എൻ്റെ നിലപാടിൽ തന്നെ ഉറച്ചു നിന്നു. കൊച്ചുമ്മയോട് പിന്നെ ഞാൻ സംസാരിച്ചില്ല. പിറ്റേന്ന് രാവിലെ എല്ലാം കഴിഞ്ഞ് പോകുമ്പോഴും ഞാൻ പരമാവധി ഒഴിഞ്ഞു മാറി. ആവശ്യത്തിന് മാത്രം സംസാരിച്ച് ഞങ്ങൾ ഉച്ചയോടെ വീട്ടിലെത്തി. ഞാൻ വണ്ടിയും വെച്ച് എൻ്റെ ബൈക്കെടുത്ത് വരാൻ നിന്നപ്പോൾ കൊച്ചുമ്മ വിളിച്ചു, സാബി. എന്താ, നീ കാര്യമായിട്ട് പറയുന്നതാണോ? അതെ, ഇനി ഞാൻ വരില്ല, പഴയ സാബി ആയിരിക്കും. ഓക്കെ, ഞാൻ നിർബന്ധിക്കുന്നില്ല. ഞാനായിട്ട് നിന്നെ വിളിക്കില്ല. നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് ആഗ്രഹം തോന്നിയാൽ വരാം. അതും പറഞ്ഞ് കൊച്ചുമ്മ അകത്തേക്ക് പോയി. ഞാൻ വണ്ടി എടുത്ത് വീട്ടിലേക്കും. എൻ്റെ ഉള്ളിൽ നീറുകയായിരുന്നു. കൊച്ചാപ്പ ഇനി എങ്ങനെ നോക്കും? വീടിൻ്റെ മുറ്റത്തേക്ക് വണ്ടി കയറ്റുമ്പോഴുണ്ട് കൊച്ചാപ്പ പുറത്തിറങ്ങി വരുന്നു. ആ, നീ എത്തിയോ? കൊച്ചാപ്പ എപ്പോൾ വന്നു? ഇപ്പോൾ ഇതുവഴി പോയപ്പോൾ ഒന്ന് കയറിയതാണ്. എന്താടാ ഒരു ഉത്സാഹം ഇല്ലാത്തത്? ഏയ്, യാത്രാക്ഷീണം. അതും പറഞ്ഞ് ഞാൻ അകത്തേക്ക് നടന്നു. സാബി, ഞാൻ ഇറങ്ങുക. ഇത്താ, ഞാൻ പോകുന്നു. ഈ സമയം പുറത്ത് ഇത് ഞാൻ കേൾക്കുന്നോ കാണുന്നോ ഇല്ല. ഉമ്മ ഓടി പുറത്തേക്ക് വരുന്നു. എന്നിട്ട് കൊച്ചാപ്പയോട്, അവൻ എന്തിയേ? റൂമിൽ പോയി. ഞാൻ പറഞ്ഞതല്ലേ രാവിലെ പോകാൻ. അതിനവൻ കണ്ടില്ലല്ലോ. കുറച്ച് നേരത്തെ ആണെങ്കിൽ കണ്ടേനെ ഉമ്മയും കൊച്ചാപ്പയും ചെയ്യുന്നതൊക്കെ എന്തായിരുന്നു എന്ന്. ഇന്നലെ വന്നതാണ്, എൻ്റെ നടു ഒടിഞ്ഞു. എന്നാൽ ഞാൻ ഇറങ്ങാം. ഇനി എപ്പോഴാ? അവനില്ലാത്തപ്പോൾ വിളിച്ചിട്ട് വരാം. ശരി. ഉമ്മ അടുക്കളയിലേക്ക് പോയി. ഈ സമയം റൂമിൽ ഞാൻ പൊട്ടിക്കരയുകയായിരുന്നു. കൊച്ചാപ്പയെ ചതിച്ചു എന്ന വേദനയിൽ ഒരാഴ്ച ഞാൻ ഭയങ്കര മൂഡ് ഓഫ് ആയിരുന്നു. പിന്നെ പതുക്കെ ഞാൻ എല്ലാം മറന്നു. ഇടയ്ക്കൊക്കെ കൊച്ചുമ്മയെ വിളിച്ച് ഒരു കളി കളിച്ചാലോ എന്ന് വിചാരിക്കും. പക്ഷേ എൻ്റെ മനസാക്ഷി അതിന് അനുവദിച്ചില്ല. അങ്ങനെ 2 വർഷം കഴിഞ്ഞ് ഞാനും കൊച്ചുമ്മയും അന്ന് നടന്ന കാര്യം പിന്നെ ഓർത്തേയില്ല. എല്ലാം പഴയ രീതിയിൽ പോയി. അതിനിടയിൽ ഉമ്മുമ്മ മരിച്ചു. കൊച്ചുപ്പ വരുന്നത് കുറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഞാൻ കോളേജിലേക്ക് ഇറങ്ങാൻ തയ്യാറായി. ഉമ്മ, ഞാൻ ഇറങ്ങുന്നു, ദാ വരുന്നു. ഉമ്മ, ഞാൻ പറഞ്ഞ പൈസയുണ്ടോ? കൊച്ചാപ്പ കഴിഞ്ഞ മാസം പൈസ തന്നില്ലല്ലോ മോനെ. ഉമ്മയ്ക്ക് ചോദിച്ചൂടെ? എങ്ങനെയാണടാ ചോദിച്ചു വാങ്ങുന്നത്? എന്നാൽ ഞാൻ ഇറങ്ങാം. ഞാൻ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴാണ് ഒരു കറുത്ത മെഴ്സിഡസ് എസ് ക്ലാസ് വണ്ടി പുറത്തേക്ക് വന്നത്. ഞാനും ഉമ്മയും അറിയാത്ത കാറ് കണ്ട് അവിടെ നിന്നു. പെട്ടെന്ന് അതിൽ നിന്നും കൊച്ചാപ്പ ഇറങ്ങി വന്നു. കൊച്ചാപ്പയ്ക്ക് 100 ആയുസ്സാണ്. അതെന്താ സാബി? ഇപ്പോൾ ഞാനും ഉമ്മയും പറഞ്ഞ നാക്കുള്ളിലിട്ടേ ഉള്ളൂ. ആഹാ, കൊള്ളാലോ. ഇതേതാ വണ്ടി? പുതിയതാണ്, 2 ദിവസമായേ ഉള്ളൂ. എത്രയായി? 2.5 കോടി. എൻ്റെ അമ്മോ, എന്താടാ, രാജാവാണ്. എന്താ സുഖം യാത്ര ചെയ്യാൻ. ഇപ്പോൾ സമയമില്ല, കോളേജിൽ പോകാൻ ലേറ്റ് ആവും. ഞാൻ പോകുന്നു. ഞാനും ഇറങ്ങുക. ഇത്തയുടെ ഒരു ചായ കുടിച്ചിട്ട്. ആ ശരി. അല്ല, നീ ബൈക്ക് എടുക്കുന്നില്ലേ? ഇല്ല, കൂട്ടുകാരൻ കവലയിൽ വരും. ആ ശരി. ഞാൻ കുറച്ച് മുന്നോട്ട് നടന്നു. അവനെ വിളിക്കാൻ ഫോൺ എടുക്കാൻ തപ്പിയപ്പോഴാണ് അത് മറന്നതറിഞ്ഞത്. ഞാൻ പെട്ടെന്ന് തിരിഞ്ഞു നടന്നു. അപ്പോൾ ഉമ്മയും കൊച്ചാപ്പയും അകത്തേക്ക് കയറി പോവുകയായിരുന്നു. ഞാൻ കയറി ചെന്നപ്പോൾ ഹാളിൽ ആരെയും കണ്ടില്ല. ഉമ്മ ചായ കൊടുക്കുകയാകുമെന്ന് കരുതി ഞാൻ റൂമിൽ പോയി ഫോൺ എടുത്ത് തിരിച്ചിറങ്ങാൻ നോക്കുമ്പോഴാണ് പുറത്തേക്കുള്ള വാതിൽ അടച്ചിട്ട് കണ്ടത്. ഇനി കൊച്ചാപ്പ പോയോ? ഇല്ല, കാറ് പുറത്തുണ്ടല്ലോ. അപ്പോഴാണ് ഉമ്മയുടെ റൂമിൽ നിന്നും ഞാൻ ആ ശബ്ദം കേട്ടത്.
ചാർന്നു വെച്ച വാതിലിൽ കൂടെ നോക്കിയപ്പോൾ കണ്ട കാഴ്ച എന്നെ ഞെട്ടിക്കുന്നതായിരുന്നു. കട്ടിലിൽ ചാരിയിരിക്കുന്ന ഉമ്മയുടെ മടിയിൽ തലവെച്ച് കൊച്ചാപ്പ കിടക്കുന്നു. ഉമ്മ നെറുകയിൽ മുത്തം കൊടുക്കുന്നു. ഞാൻ പെട്ടെന്ന് ഫോൺ സൈലൻ്റാക്കി കൂട്ടുകാരനൊരു മെസ്സേജ് അയച്ചു. എന്നിട്ട് അവരുടെ സംസാരം ശ്രദ്ധിച്ചു. ഇക്കയോട് ഞാൻ പറഞ്ഞിട്ടില്ലേ 9 മണി കഴിയാതെ വരരുതെന്ന്? അതിനെന്താ, അവന് സംശയമൊന്നുമില്ലല്ലോ. അത് നമ്മളെ വിശ്വാസമുള്ളത് കൊണ്ടല്ലേ. എത്ര കൊല്ലമായി നമ്മളിങ്ങനെ, 10 വർഷമായില്ലേ. അതൊക്കെ ശരിയാണ്. ഇപ്പോൾ അവൻ ചെറിയ കുട്ടിയൊന്നുമല്ല, എല്ലാം അറിയുന്ന കുട്ടിയാണ്. ആരും അറിയില്ലിത്ത. കഴിഞ്ഞ മാസം വന്നിട്ട് പിന്നെ കണ്ടില്ലല്ലോ. തിരക്കല്ലേ? ഇപ്പോൾ പഴയ സ്നേഹമൊന്നുമില്ല. കഴിഞ്ഞ തവണ നല്ലോണം കുടിച്ചിരുന്നു. സോറി, അതല്ലേ ഇന്ന് പച്ചയ്ക്ക് വന്നത്. അല്ലെങ്കിൽ ആഴ്ചയിൽ 1 വട്ടം വരുന്നതാണ്. ഇപ്പോൾ അത് മാസത്തിലായി. വീട്ടിൽ സുഖിപ്പിക്കാൻ ഓളുണ്ടല്ലോ. ഓള് അജുവിനെ പ്രസവിച്ച പിന്നെ ഞാൻ അവളെ തൊട്ടിട്ടില്ല. എത്ര ചെയ്താലും അവൾക്കൊന്നും ആവില്ല. അതിനുള്ള സ്റ്റാമിനയൊന്നും ഇപ്പോൾ എനിക്കില്ല. വല്ലവൻ്റെയും കൂടെ പോകണ്ട. അതൊന്നും പോവില്ല. എന്നെ വിടാതെ പിടിച്ചിരിക്കുകയാണ്. കുറച്ചു കാലം മുന്നേക്ക് പോയിരുന്നേ ഇത്തയെ ഞാൻ കെട്ടിയേനെ. ഇക്കയുടെ പൂതി കൊള്ളാം. എനിക്ക് ഇങ്ങനെയൊക്കെ മതി. വാ നോക്കിയാലോ, പെട്ടെന്ന് പോകണം. ഇതാണ് എനിക്കിഷ്ടമല്ലാത്തത്. ഇത്ത വാ. അതും പറഞ്ഞ് കൊച്ചാപ്പ ഉമ്മയുമായി ബന്ധപ്പെടാൻ തുടങ്ങി. ആദ്യമായിട്ടായിരുന്നു ഞാൻ ഉമ്മയെ അങ്ങനെ കാണുന്നത്. നിൻ്റെ ഉമ്മ ആണ്, പോയി പ്രതികരിക്ക് എന്നെൻ്റെ മനസ്സ് പറഞ്ഞുവെങ്കിലും ആ സുന്ദരമായ കാഴ്ച എന്നെ അതിനനുവദിച്ചില്ല. ഉമ്മയെ അങ്ങനെ കണ്ടപ്പോൾ ദേഷ്യത്തോടൊപ്പം കാമവും എന്നിലേക്ക് ഇരച്ച് കയറുകയായിരുന്നു. ഉമ്മയും കൊച്ചാപ്പയും കെട്ടിപ്പുണർന്നുകൊണ്ട് റൊമാൻസ് തുടങ്ങുന്നു. 10 മിനിറ്റോളം അവർ സ്വർഗ്ഗലോകത്തിലേക്ക് യാത്രയായിരുന്നു. പെട്ടെന്നാണ് കൊച്ചാപ്പയുടെ ഫോൺ ബെല്ലടിച്ചത്. ഹലോ ജമീല, നിങ്ങൾ എവിടെയാ? ഞാനൊരു ഫ്രണ്ടിൻ്റെ കൂടെയാണ്. അടുത്താണോ? 1/2 മണിക്കൂർ ദൂരം. എന്നാൽ പെട്ടെന്ന് വാ, അജുവിന് വീണ്ടും സുഖമില്ല. ശരി, ഞാൻ വരാം. കൊച്ചാപ്പ ഫോൺ വെച്ച് ഉമ്മയെ നോക്കി. ആരാ? എൻ്റെ കിട്ടിയോൾ. എന്താ കാര്യം? അജുവിന് സുഖമില്ല, പെട്ടെന്ന് പോകാൻ. ആണോ? ഉമ്മയുടെ മുഖത്ത് ഒരു നിരാശ വന്നത് ഞാൻ കണ്ടു. ഇനി എപ്പോഴാ? ഞാൻ വിളിക്കാം. എന്നെ മടുത്തു തുടങ്ങിയോ? എൻ്റെ ഇത്തയെ എനിക്ക് മടുക്കുവോ? ഇക്ക, പൈസയുണ്ടോ? അത് മറന്നു. കൊച്ചാപ്പ കുറച്ച് പണം ഉമ്മയ്ക്ക് കൊടുത്തു. ഉമ്മ വെള്ള ഒരു കോട്ട് പോലെയുള്ള ടവൽ ചുറ്റി. ആ സമയം ഞാൻ അവിടെ നിന്നും മാറി എൻ്റെ റൂമിൽ പോയി ഒളിച്ചു നിന്നു. ഉമ്മ വാതിൽ തുറന്ന് കൊച്ചാപ്പയെ യാത്രയാക്കി. ആ സമയം ഞാൻ ഹാളിലേക്ക് നടന്നു. വാതിലടച്ച് എന്നെ കണ്ട ഉമ്മ പെട്ടെന്ന് ഞെട്ടി. ദേഷ്യവും ഒപ്പം കാമവും കൂടി ഞാൻ ഉമ്മയെ നോക്കി. സാബി, വിളിക്കരുതെന്നെ. മോനെ, അത് ഞാൻ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങൾക്കെങ്ങനെ? ഞാൻ പറയുന്നത് കേട്ട് ഉമ്മ പൊട്ടിക്കരയാൻ തുടങ്ങി. ആ സമയം ഞാൻ ഉമ്മയുടെ ശരീരമായിരുന്നു ശ്രദ്ധിച്ചത്. എനിക്കെൻ്റെ സമനില തെറ്റും പോലെ തോന്നി. ഞാൻ ദേഷ്യത്തോട് ഉമ്മയെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് നടന്നു. ഉമ്മയോടുള്ള ദേഷ്യം എന്നെ ഒരു മൃഗമാക്കിയിരുന്നു. സാബി, വേണ്ട. മിണ്ടാതിരി വേശ്യേ. മോനെ, ഞാൻ നിൻ്റെ ഉമ്മ ആണ്. അത് കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വരെ. ഞാൻ എല്ലാം തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. കുറേ നേരം കഴിഞ്ഞ് എൻ്റെ ദേഷ്യം തണുത്തു. ഇനി ഒരു നിമിഷം ഞാൻ ജീവിച്ചിരിക്കില്ല. ഉമ്മ, നീ എന്താ വിളിച്ചേ? വേശ്യ എന്നല്ലേ? നന്നായി. സോറി ഉമ്മ, ആ ദേഷ്യത്തിൽ. എങ്കിൽ ഇതുകൂടെ കേട്ടോ, എല്ലാം നീ കാരണമാണ്. നിനക്ക് വേണ്ടിയാണ്. എനിക്കോ? അതെ, നിനക്ക് വേണ്ടി തന്നെ. ഉമ്മ പെട്ടെന്ന് തണുത്തു. എന്നിട്ട് നിസ്സഹായമായി എന്നെ നോക്കി. എന്നാലും സാബി, നീ എന്നെ... ഉമ്മ, ഞാൻ ഉമ്മയെ അങ്ങനെ കണ്ടപ്പോൾ നിനക്കറിയോ? എന്നിട്ട് നീ പറ, ഞാൻ തെറ്റുകാരിയാണോ എന്ന്. ഉമ്മ ആ കാര്യം എന്നോട് പറഞ്ഞു തുടങ്ങി. നിൻ്റെ ഉപ്പ മരിച്ച് വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങൾ ജീവിച്ചത്. അതെനിക്കറിയാം. നിൻ്റെ ഈ കൊച്ചാപ്പ അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവനാണ്. സ്വന്തം ഉമ്മ കൂടെയുണ്ട് എന്ന് പോലും അയാൾക്ക് ചിന്തയില്ല. 5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ പണം മുഴുവൻ തീർന്നു. നിൻ്റെ കൊച്ചാപ്പ ഇടയ്ക്ക് വരും. ഒരു നോട്ടത്തിലോ വാക്കിലോ പോലും മോശമായി എന്നോട് പെരുമാറിയിരുന്നില്ല. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്യണമെന്നറിയാതെ കിടന്നുറക്കം വരാത്ത ഞാൻ ഇക്കയോട് പണം ചോദിക്കാൻ തീരുമാനിച്ചു.
ഞാൻ ആ രാത്രി നിൻ്റെ കൊച്ചാപ്പയുടെ റൂമിലേക്ക് പോയി. അയാൾ കള്ളു കുടിച്ചിരിപ്പായിരുന്നു. എന്താ താത്ത ഈ സമയത്ത്? ഇക്ക, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ ഇത്ത? എന്താണെങ്കിലും ചോദിച്ചോളൂ. അത് കുറച്ച് പണം തന്ന് സഹായിക്കാൻ പറ്റുമോ ഇക്കായ്ക്ക്? പണമോ? അതെ, അല്ലെങ്കിൽ എനിക്കൊരു ജോലി. 8ാം ക്ലാസ് തോറ്റ ഇത്തയ്ക്ക് എന്ത് ജോലി കിട്ടാനാണ്? ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാതാണ്. എനിക്ക് വെറുതെ പണം കൊടുക്കുന്നത് ഇഷ്ടമല്ല. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? മാസാമാസം ജീവിക്കാനുള്ള പണം ഞാൻ തരും. പക്ഷേ അതിനു പകരം എന്താണിക്ക? ഇത്തയുടെ ശരീരം എനിക്ക് വേണം. ഇക്ക! ഞാൻ കുറച്ച് ശബ്ദത്തിൽ അലറി. ഒച്ച വയ്ക്കണ്ട. ഇക്ക കെട്ടിക്കൊണ്ട് വന്നപ്പോൾ മുതലുള്ള ആഗ്രഹമാണ്. ഇക്ക മരിച്ചപ്പോൾ ഞാൻ കരുതി നിങ്ങൾ എൻ്റെ അടുത്തേക്ക് വരുമെന്ന്. അപ്പോഴേക്കും എവിടെയും ഇല്ലാത്തൊരു പതിവ്രത. ഇങ്ങനെ ഒരു അവസരത്തിനാണ് ഞാൻ കഴിഞ്ഞ 5 വർഷം കാത്തിരുന്നത്. നിങ്ങളുടെ മനസ്സിൽ ഇത്രയും വിഷമായിരുന്നു? നന്നായി ആലോചിച്ച് പറഞ്ഞാൽ മതി. ബലമായി എനിക്ക് മുന്നേ ആകാമായിരുന്നു. പക്ഷേ എനിക്ക് സ്വമനസാല വേണം. ഞാൻ നിങ്ങളുടെ ഇക്കയുടെ ഭാര്യയാണ്. അതിലപ്പുറം സുന്ദരിയായ ഒരു സ്ത്രീയാണ് നിങ്ങൾ. ചത്താലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഞാൻ ഇവിടെ വരുമ്പോൾ എൻ്റെ ഭാര്യയായി കഴിയുക. ആരും അറിയില്ല, ആർക്കും സംശയവും ഉണ്ടാവില്ല. പട്ടിണി കിടന്ന് ചത്താലും നിങ്ങൾക്കെന്നെ കിട്ടില്ല. ഇല്ലെങ്കിൽ വേണ്ട, ഞാനൊരു നയാ പൈസ തരില്ല. വേണ്ട. അതും പറഞ്ഞ് ഞാൻ ആ റൂമിൽ നിന്നും ഇറങ്ങി പുറത്തേക്ക് വന്നു. അപ്പോഴാണ് ഹാളിൽ കരഞ്ഞ കണ്ണുകളുമായി ഉമ്മ നിൽക്കുന്നത് ഞാൻ കണ്ടത്. ഉമ്മ, അയാൾ... ഞാനെല്ലാം കേട്ടു മോളെ. ഇനി എന്താ ചെയ്യുക? അവൻ പണ്ടേ അങ്ങനെയാണ്, അവൻ്റെ സ്വന്തം കാര്യം. മോളെ, ഞാൻ ഒരു കാര്യം പറഞ്ഞാൽ മോൾക്ക് വിഷമാവുമോ? എന്താ ഉമ്മ? മോള് വേറെ ഒരു കല്യാണം കഴിക്കില്ല. ഇപ്പോൾ തന്നെ മോൾക്ക് 27 വയസ്സ് കഴിഞ്ഞു. ഈ ചെറുപ്രായത്തിൽ തന്നെ ജീവിതം ഇല്ലാതായി. ഉമ്മ എന്താ പറഞ്ഞു വരുന്നത്? നമുക്ക് ജീവിക്കാൻ വേറെ വഴിയില്ല മോളെ. നീ അവന് വേണ്ടത് കൊടുക്ക്. ഉമ്മ, എനിക്ക് വിഷമമുണ്ട് നിന്നോട് പറയാൻ. പട്ടിണി കിടന്ന് ചാവുന്നതിൽ നല്ലതല്ലേ? അവനാകുമ്പോൾ ആരും അറിയില്ല. ഞാനൊന്നും മിണ്ടിയില്ല. ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. മോള് തീരുമാനിക്ക്. സാബി വളർന്നു വരികയാണ്, അവനെ നന്നായി നോക്കണ്ടേ? അതും പറഞ്ഞ് ഉമ്മ കരഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ഞാൻ അവിടെ തന്നെ നിന്നു. ആലോചിച്ചപ്പോൾ ഉമ്മ പറഞ്ഞതാണ് ശരിയെന്ന് എനിക്കും തോന്നി. അങ്ങനെ ഞാൻ ഇക്കയുടെ ആവശ്യം നിറവേറ്റാൻ തീരുമാനിച്ചു. ഞാൻ തിരിച്ച് ആ റൂമിലേക്ക് പേടിച്ച് നടന്നു. ഞാൻ വാതിൽ തുറന്ന് ലൈറ്റ് ഇട്ടപ്പോൾ ഇക്ക എഴുന്നേറ്റ് എന്നെ നോക്കി. എന്താ? എനിക്ക് സമ്മതമാണ്. അത് കേട്ട ഇക്ക സന്തോഷത്തിൽ എൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് വന്നു. എന്നിട്ട് ചോദിച്ചു, സത്യമാണോ? അതെ, പക്ഷെ ഒരു കണ്ടീഷനുണ്ട്. എന്താ? ആരും അറിയരുത്, പ്രത്യേകിച്ച് സാബി. പിന്നെ ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണം അത് ഞാൻ തരും. പിന്നെ ആരും അറിയില്ല. എൻ്റെ കെട്ടിയോൾ അറിഞ്ഞാൽ ഇത്തയ്ക്കറിയാമല്ലോ. അതുകൊണ്ട് ആരും അറിയാതെ നിൽക്കേണ്ടത് എൻ്റെ കൂടെ ആവശ്യമാണ്. ഇത്ത എന്നോട് ക്ഷമിക്കണം, നേരത്തെ അങ്ങനെ പറഞ്ഞതിൽ. ഇത്തയെ പണ്ട് മുതൽ തന്നെ എനിക്കിഷ്ടമായിരുന്നു. എൻ്റെ ഭാര്യ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്തയെ കെട്ടിയേനെ. അതും പറഞ്ഞ് അയാൾ എന്നെ കെട്ടിപ്പിടിച്ചു. ഒരന്യപുരുഷൻ്റെ സ്പർശനം എന്നെ വല്ലാതെ അലട്ടിയിരുന്നു. അന്ന് അയാൾ കാട്ടിക്കൂട്ടിയതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഒരു മരവിപ്പോടെ ഞാൻ അയാൾക്ക് കിടന്നു കൊടുത്തു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോഴാണ് എനിക്ക് ബോധം വന്നത്. എൻ്റെ ശരീരം മാത്രമല്ല, എന്നോടും ഇഷ്ടമുണ്ട് എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. പിന്നെ ഞാൻ പോലും അറിയാതെ ഞാൻ ഇക്കയെ സ്നേഹിച്ചു തുടങ്ങി. ശരിക്കും കഴിഞ്ഞ 10 വർഷം അയാൾ എനിക്ക് ഭർത്താവ് തന്നെയായിരുന്നു. എൻ്റെ ശരീരത്തിൻ്റെ വിലയാണ് നമ്മുടെ ഈ ജീവിതം. അതിന്നും തുടരുന്നു. എല്ലാം നിൻ്റെ നല്ല വളർച്ചയ്ക്ക് തുടങ്ങിയതായിരുന്നു. എന്നിട്ട് നീ തന്നെ ഇപ്പോൾ എന്നെ... ഇനി ഞാൻ ഒരു നിമിഷം ജീവിച്ചിരിക്കില്ല. ഉമ്മ, എനിക്കൊന്നും കേൾക്കണ്ട.
അതും പറഞ്ഞ് എഴുന്നേൽക്കാൻ പോയ ഉമ്മയെ ഞാൻ പിടിച്ചു വലിച്ച് എന്നിലേക്കിട്ടു. വിടടാ. വിടാം, പക്ഷേ ഞാൻ പറയുന്നത് കേൾക്ക്. എനിക്ക് കേൾക്കേണ്ട, കേൾക്കണം. സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു. അതിനൊരു പ്രായശ്ചിത്തം എനിക്ക് ചെയ്യണം. എന്ത് പ്രായശ്ചിത്തം? എനിക്ക് വേണ്ടി ജീവിതം വേണ്ട എന്ന് വെച്ച ഉമ്മയ്ക്ക് ഇനി അങ്ങോട്ടൊരു കൂട്ട് വേണം. ഇനി വയസ്സാം കാലത്ത് എനിക്കാരും വേണ്ട. 39 വയസ്സൊന്നും ഒരു വയസ്സല്ല. ഉമ്മയെ കെട്ടാൻ ഒരാൾ തയ്യാറാണ്. എന്നെ കെട്ടാനോ? അതെ, ഈ മകൻ തന്നെ, ഈ ഞാൻ തന്നെ എൻ്റെ ഉമ്മയ്ക്ക് ഒരു ജീവിതം തരാൻ പോവുകയാണ്. സാബി. അതെ ഉമ്മ. ഇല്ല, എനിക്ക് പറ്റില്ല. പറ്റണം, ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല. സാബി. ഇത്രയും സുന്ദരിയായ ഉമ്മ എന്ന് പറയുന്നതിലും ഉമ്മ എൻ്റെ പെണ്ണെന്ന് പറയുന്നതാണ് എനിക്കിഷ്ടം. ഇല്ല, എനിക്ക് പറ്റില്ല. കുറച്ചു മുമ്പ് ബലം പ്രയോഗിച്ചാണെങ്കിലും ഞാൻ ചെയ്തത് ഉമ്മ ആസ്വദിച്ചു എങ്കിൽ ഇനി അങ്ങോട്ടും പറ്റും. അതും പറഞ്ഞ് സൈനുവിൻ്റെ ആ തക്കാളി ചുണ്ട് ഞാൻ സ്വന്തമാക്കി. ആദ്യമൊക്കെ അനങ്ങാതെ നിന്നുവെങ്കിലും കുറച്ചു കഴിഞ്ഞ് ഉമ്മ എന്നോട് സഹകരിക്കാൻ തുടങ്ങി. പെട്ടെന്നുമ്മ എന്നിൽ നിന്നും അകന്നു മാറി എൻ്റെ മുഖത്തേക്ക് നോക്കി. സാബി, ഇത് തെറ്റല്ലേ? ഈ തെറ്റ് നമുക്ക് ശരിയാക്കാം ഉമ്മ. എനിക്ക് ഉമ്മയെ വേണം, എൻ്റെ ഭാര്യയായി, എൻ്റെ കുട്ടികളുടെ ഉമ്മയായി. എങ്ങനെ? അതിനൊരു വഴിയുണ്ട്. ഞാൻ പറയുന്നത് ഉമ്മ ശ്രദ്ധിച്ച് കേൾക്ക്. എനിക്കും ആഗ്രഹമുണ്ട് ഒരു ഭർത്താവിൻ്റെ ചൂട് പറ്റി എന്നും കഴിയാൻ, ഇനിയും പ്രസവിക്കാൻ. പക്ഷേ നീ എൻ്റെ മോനല്ലേ. ഈ സമൂഹം അതിന് സമ്മതിക്കുമോ? ഈ സമൂഹം സമ്മതിക്കില്ല. നമുക്ക് നമ്മളെ അറിയാത്ത നാട്ടിൽ പോയി ജീവിക്കാം. അതിന് പണം വേണ്ടേ? 20 വയസ്സുള്ള നിനക്ക് ഇപ്പോൾ എന്ത് ജോലി കിട്ടാനാണ്? എങ്ങനെ നമ്മൾ ജീവിക്കും? അതിനുമ്മ വിചാരിക്കണം. ഞാനോ? അതെ, എങ്ങനെ? പറയാം. കൊച്ചാപ്പയ്ക്ക് കൊച്ചുമ്മയെ പേടിയാണ്. അത് നമുക്ക് മുതലെടുക്കാം, എന്നിട്ട് പണം വാങ്ങാം. എങ്ങനെ? കൊച്ചാപ്പയുമായി ഉമ്മ ഇതിനു മുമ്പ് അവസാനം ബന്ധപ്പെട്ടത് എപ്പോഴാണ്? 1 മാസം മുമ്പ്. അന്ന് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നോ? അന്നിക്ക നന്നായി കുടിച്ചിരുന്നു. അതാണ് കഴിഞ്ഞ മാസത്തെ പണം തരാൻ പോലും മറന്നത്. അന്ന് കുറേ ബന്ധപ്പെട്ടു, അത്രയേ ഉള്ളൂ. അത് മതി, അത് വെച്ച് കളിക്കാം. എങ്ങനെ? കൊച്ചാപ്പയെ വിളിച്ച് ഉമ്മ ഗർഭിണിയാണെന്ന് പറയുക. അപ്പോൾ കൊച്ചാപ്പ പേടിക്കും, അത് കളയാൻ നിർബന്ധിക്കും. ഉമ്മ സമ്മതിക്കരുത്. ഞാൻ എല്ലാം അറിഞ്ഞു എന്ന് പറയുക. ബാക്കി ഞാൻ ഏറ്റു. സാബി, ഇതൊക്കെ നടക്കുമോ? ഞാൻ നടത്തിക്കും. ഉമ്മയ്ക്കൊരു ജീവിതം തരേണ്ടത് എൻ്റെ കടമയാണ്. അത് കേട്ടതും ഉമ്മ എന്നെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഉമ്മയിൽ നിന്നും അപ്പോൾ എഴുന്നേറ്റു. എന്തു പറ്റി? എൻ്റെ ഉമ്മയെ എൻ്റെ ബീവിയാക്കാതെ ഇനി ഞാൻ തൊടില്ല. ഞാനത് പറഞ്ഞപ്പോൾ ഉമ്മയുടെ മുഖം വിടരുന്നത് ഞാൻ കണ്ടു. എല്ലാം നല്ല രീതിയിൽ കഴിഞ്ഞു. 3 ദിവസങ്ങൾ കഴിഞ്ഞു. ഞങ്ങളുടെ പ്ലാനിങ് നടക്കുന്ന ദിവസം ഉമ്മ എൻ്റെ മുന്നിൽ നിന്നും കൊച്ചാപ്പയെ വിളിച്ചു. ഹലോ, എന്താ ഇത്താ? ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാൻ ഗർഭിണിയാണ്. ഗർഭിണിയോ? എങ്ങനെ? നിങ്ങളുടെ ഇക്ക മരിച്ചതിൽ പിന്നെ നിങ്ങൾ മാത്രമാണ് എന്നെ തൊട്ടത്. ഇത്ത എന്താ പറയുന്നത്? പുറത്തറിഞ്ഞാൽ നമ്മൾ 2 പേരും ചാവേണ്ടി വരും. അന്ന് കള്ളം കുടിച്ച് അലമ്പാക്കിയപ്പോൾ ആലോചിക്കണം. അത് നമുക്ക് കളയാം. എൻ്റെ കൂട്ടുകാരൻ ഒരു ഡോക്ടറുണ്ട്. അത് പറ്റില്ല, ഒരു പ്രശ്നമുണ്ട്. എന്താ? ഞാനൊന്ന് തലചുറ്റി വീണു. സാബിയാണ് എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. അവൻ അറിഞ്ഞു. എന്നിട്ട് ഇതെല്ലാം പറഞ്ഞോ? പറയേണ്ടി വന്നു. ഞാൻ പെട്ടെന്ന് ഉമ്മയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങി കൊച്ചാപ്പയോട് സംസാരിച്ചു. കൊച്ചാപ്പ, എന്താ തീരുമാനം? തീരുമാനമോ? എന്ത്? എനിക്ക് ഭാര്യയും മക്കളും ഉണ്ട്. എൻ്റെ കുടുംബം തകരും. എല്ലാം ചെയ്തു വെക്കുമ്പോൾ ഇതൊന്നും ഓർത്തില്ലേ? എനിക്ക് പുറത്തിറങ്ങി ജീവിക്കണ്ടേ? മോനെ സാബി, നമുക്കത് കളയാം. അത് നടക്കില്ല. ഇത്ര വയസ്സായതുകൊണ്ട് കലക്കൽ പറ്റില്ല. പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞാനും ഉമ്മയും എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം. എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ. അതാ നല്ലത്. ഞങ്ങൾക്ക് ജീവിക്കാനുള്ള പണം കൊച്ചാപ്പ തരണം. പണമോ?
അതെ, അല്ലെങ്കിൽ എൻ്റെ ഉമ്മയെ എല്ലാവരെയും അറിയി കെട്ടണം. പറ്റുമോ? അതൊരിക്കലും നടക്കില്ല. ഞാൻ പണം തരാം. അങ്ങനെ വഴിക്ക് വാ. അങ്ങനെയാണെങ്കിൽ ഉത്തരേന്ത്യയിൽ എവിടെയെങ്കിലും പോയി ഞങ്ങൾ ജീവിക്കും. എത്രയാ വേണ്ടത്? 5 കോടി. 5 കോടിയോ? അതെ. ഓക്കെ, ഞാൻ തരാം. ആരും ഒന്നും അറിയരുത്. പണം കിട്ടിയ പിറ്റേ ദിവസം ഞങ്ങൾ പോകും. ഈ വീട് നിങ്ങളെടുത്തോ. എങ്കിൽ 2 ദിവസത്തിനകം നിൻ്റെ അക്കൗണ്ടിൽ പണം വരും. ശരി. അതും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് ഞാൻ ഉമ്മയെ നോക്കി. നീ ആൾ കൊള്ളാലോ. എൻ്റെ ഉമ്മയ്ക്ക് വേണ്ടിയല്ലേ? ഉമ്മയോ? ഇപ്പോൾ ഉമ്മ, ഭാവിയിൽ എൻ്റെ സൈനു. അതും പറഞ്ഞ് ഞങ്ങൾ ചിരിച്ചു. 2 ദിവസം കഴിഞ്ഞ് കൊച്ചാപ്പ പണം എൻ്റെ അക്കൗണ്ടിലിട്ടു. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനും ഉമ്മയും കാശ്മീരിലേക്ക് വണ്ടി കയറി. ഒരാഴ്ച കൊണ്ട് അവിടെ ഒരു വീടും കുറച്ച് സ്ഥലവും ഞങ്ങൾക്ക് കിട്ടി. 1 കോടി രൂപ കൊടുത്ത് ഞങ്ങളത് വാങ്ങി. ലോഡ്ജിൽ നിന്നും ഞങ്ങൾ പുതിയ വീട്ടിലേക്ക് പുറപ്പെട്ടു. ഉമ്മ ഒരു കാമുകിയെപ്പോലെ കാറിൽ എൻ്റെ നെഞ്ചിൽ തലവെച്ച് കിടന്നു. നിങ്ങൾ അമ്മയും മകനുമാണോ? ടാക്സി ഡ്രൈവർ ചോദിച്ചു. ഞാൻ ഉത്തരം പറഞ്ഞു. അല്ല, ഭാര്യയും ഭർത്താവുമാണ്. കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ല. എന്നേക്കാൾ 10 വയസ്സ് കൂടുതലുണ്ട്. പ്രേമിച്ചൊളിച്ചോടിയതാണ്. പിന്നെ അയാളൊന്നും മിണ്ടിയില്ല. ഉമ്മ എന്നെ ചെറുതായി ഒന്ന് പിച്ചി. പുതിയ വീട്ടിലെത്തി എല്ലാം അടുക്കി വെച്ചു. ഞാൻ ഉമ്മയെ വിളിച്ചു. എന്താ സാബി, ഇങ്ങ് വാ. ഇതുവരെ നമ്മൾ വിചാരിച്ച പോലെ എല്ലാം നടന്നു. ഇന്നു മുതൽ നമുക്ക് നമ്മുടെ ജീവിതം ആരംഭിക്കണം. ഞാൻ അന്ന് മുതൽ തന്നെ തയ്യാറായിരുന്നു. നിനക്കല്ലേ എന്നെ കെട്ടണമെന്ന്? അതെ. അതും പറഞ്ഞ് ഞാനൊരു മഹർമാല എൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്തു. എന്നിട്ട് ഉമ്മയെ നോക്കി ചിരിച്ചു. ഞാൻ ആ മാല ഉമ്മയുടെ കഴുത്തിൽ ചാർത്തി. ഉമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എന്താ എൻ്റെ സൈനുവിന് പറ്റിയേ? സന്തോഷം കൊണ്ടാണ്. മകനെ ഭർത്താവായി കിട്ടാനും ഒരു ഭാഗ്യം വേണം. അതും പറഞ്ഞ് ഞാൻ ഉമ്മയെ കോരിയെടുത്ത് റൂമിലേക്ക് നടന്നു. എടാ വിട്, നടു ഉളുക്കും. എൻ്റെ പെണ്ണിനെ പൊക്കിയെടുത്ത് ഉളുക്കുന്നെങ്കിൽ ഉളുക്കട്ടെ. ഞാൻ സൈനുവിനെ കട്ടിലിൽ മലർത്തി കിടത്തി. സൈനുവിൻ്റെ തടിച്ചു വെളുത്ത കാലും സ്വർണ്ണ പാദസരവും എൻ്റെ ആവേശം കൂട്ടി. എന്നെ നോക്കിക്കൊല്ലുമോ? ഞാൻ കടിച്ച് തിന്നട്ടെ. ഇനി നിനക്കുള്ളതല്ലേ ഞാൻ. ഉമ്മി എന്നെ 2 കൈയും നീട്ടി വിളിച്ചു. ഞാൻ ഉമ്മയുടെ സൈഡിൽ കിടന്നു. പിന്നെ ഞങ്ങൾ ഒന്നായി. ആ മുഞ്ചുള്ള മുഖത്തെ സന്തോഷം കാണണം. അവർ ആഗ്രഹിച്ച ജീവിതം കിട്ടിയപ്പോലുള്ള സന്തോഷം പോലെ തോന്നി എനിക്ക്. സൈനു സന്തോഷം കൊണ്ട് മറിഞ്ഞു കിടന്ന് എൻ്റെ നെഞ്ചത്ത് തലവെച്ച് കിടന്ന് സൈനൂട്ടി. ഞാൻ സൈനുവിൻ്റെ ആ വെളുത്ത പുറത്ത് തലോടി. സൈനൂട്ടി, എങ്ങനെയുണ്ട്? നീ ഇതൊക്കെ എവിടെ നിന്നും പഠിച്ചു? അതൊക്കെ അറിഞ്ഞു. ഞാൻ ഭാഗ്യവതിയാണ്. എനിക്കും. നിനക്ക് ആദ്യമേ എന്നോട് ഇതുപോലെ താല്പര്യം ഉണ്ടായിരുന്നോ? ഇല്ല, അന്നൊരു ദിവസം കൊണ്ടുണ്ടായതാണ്. എടാ, നിനക്ക് വേണമെങ്കിൽ നീ വേറെ കെട്ടുന്നതിൽ എനിക്ക് പ്രശ്നമില്ല. എനിക്ക് സൈനുവിനേക്കാൾ സുന്ദരിയായ ഒരു സ്ത്രീയെ ഒരിക്കലും കിട്ടില്ല സാബി. ഉമ്മ, അന്ന് ഞങ്ങൾ ഭക്ഷണം പോലും കഴിക്കാൻ മറന്നു. അതെൻ്റെ അമ്മയാണെന്നോ ഞാൻ മകനാണെന്നോ എല്ലാം ഞങ്ങൾ മറന്നു. കുറച്ച് പണം കൊണ്ട് ഒരു ബിസിനസ് തുടങ്ങി. ഇപ്പോൾ നന്നായി പോകുന്നു. ഞങ്ങൾ കാശ്മീരിൽ എത്തിയിട്ട് 6 വർഷങ്ങൾ കഴിയുന്നു. സൈനു ഇപ്പോൾ ഗർഭിണിയാണ്. എൻ്റെ 2ാമത്തെ കുട്ടിക്ക് വേണ്ടി. മൂത്ത മകൾ ഇപ്പോൾ 3 വയസ്സ് കഴിഞ്ഞു. കുറച്ച് വയസ്സ് കൂടിയെന്നല്ലാതെ ഞങ്ങളുടെ ആവേശത്തിനൊരു കുറവും വന്നിരുന്നില്ല. ഒരു ദിവസം പോലും ബന്ധപ്പെടാതിരിക്കാൻ എനിക്കും സൈനുവിനും പറ്റില്ല. ഇപ്പോഴും നമ്മൾ പ്രേമിക്കുകയാണ്. വയസ്സും ബന്ധങ്ങളുമെല്ലാം അസൂയപ്പെട്ട് ഇപ്പോഴും ഒരു മൂലയ്ക്കിരിക്കുന്നു. അടങ്ങാത്ത ആവേശത്തോടെ സൈനു എന്ന മാദകത്തിരമ്പിനെ മടുക്കാതെ ഞങ്ങളുടെ ജീവിതം സന്തോഷത്തോടെ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. അപ്പോൾ എങ്ങനെ ഈ സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വേറെ സ്റ്റോറിയായിട്ട് ഉടനെ കാണാം. വിത്ത് ലവ്, അലീന.